അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന വലിയ തോതിലുള്ള വംശഹത്യയെ ഇത്തവണ നേരിടുന്നത് അറബ് രാജ്യങ്ങൾ കേവലം ഇറാൻ പറഞ്ഞിട്ടല്ല, റഷ്യ മുൻകൈ എടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. റഷ്യ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ നേരിട്ടിടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട്. പക്ഷേ ട്രംപ് ഇസ്രയേലി പാർലമെൻറ്റിൽ വെച്ച് പ്രസംഗിച്ചതിൽ നമ്മളെല്ലാവരും ഇനി റഷ്യയുടെ വിഷയത്തിലേക്ക് തിരിയണം എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഡയലോഗ് മതി. റഷ്യ എന്ന രാജ്യം ഏതൊക്കെ രീതിയിലാണ് ഇനി അമേരിക്കയുമായി ബന്ധപ്പെടുന്ന സർവ്വ വിഷയങ്ങളിലും, അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇടപെടേണ്ടത് എന്നത് കൂടി കാണിച്ചു തരികയാണ്. നമുക്കറിയാമല്ലോ, ഇസ്രയേലിൽ ഇപ്പോഴത്തെ ജനജീവിതം അത്ര എളുപ്പമൊന്നുമല്ല, ദുസ്സഹം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും പരിതാപകരമാകുന്ന സ്ഥിതിയിലേക്ക്, ആ രീതിയിലേക്ക് ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ കൃത്യമായി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തിരിച്ചടിക്കും. വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല അവരാരും നിൽക്കുന്നത്. ഇസ്രയേൽ ഒന്ന് കൊടുക്കുമ്പോൾ 10 തിരിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള രാജ്യങ്ങൾ തന്നെയാണിവർ. അവർക്ക് ഇസ്രയേലിനെ എങ്ങനെയാണ് പൂട്ടിക്കെട്ടേണ്ടതെന്നുള്ളത് വളരെ ദിശാപൂർവം റഷ്യയും അതുപോലെ തന്നെ നിലവിൽ തുർക്കിയും ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്. റഷ്യയും ഫ്രാൻസും തുർക്കിയും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന, ഇപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചേരുകയാണ്. ഇറാനെ മുമ്പ് എങ്ങുമില്ലാത്ത രീതിയിൽ പിന്തുണയ്ക്കുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്നത് കേവലം രാജ്യങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് മാത്രമല്ല, അന്താരാഷ്ട്ര എണ്ണ വ്യാപാരം ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങളിൽ റഷ്യ ഇടപെടുന്നു. റഷ്യയെ മുച്ചൂടം മുടിക്കും എന്നുള്ള ട്രംപിൻ്റെ നിലപാടുകൾ ഇതെല്ലാം ചർച്ചാ വിഷയമായി മാറുകയാണ്. ഫലസ്തീൻ സർക്കാരിനെ തകിടം മറിക്കാൻ, ഫലസ്തീനിൽ ഹമാസ് അവിടെ ഭീകരപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് ലോക ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് വാസ്തവത്തിൽ ഹമാസ് അവിടെ ചെയ്യുന്നത്? ഫലസ്തീൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനം എന്താണെന്ന് അറിയിക്കാൻ ഒരു കാലത്തും ഇസ്രയേൽ സമ്മതിക്കില്ല എന്ന് വെയില് പിടിച്ച് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് പഞ്ചപൂച്ച മടക്കിയിരിക്കാൻ കഴിയില്ല. തിരിച്ചടിച്ചിരിക്കും. ആ അടിയുടെ ആഘാതം വളരെ പ്രകടമായി തന്നെ കാണും. അത് സ്വാഭാവികമായും പല ചലനങ്ങളും ഉണ്ടാക്കും.